ഡെൻസ് വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് അടിപൊളി ഉപ്പുമാവ് ഉണ്ടാക്കിയാലോ, അതും പുട്ടുകൊണ്ട്. എങ്ങനെയാണെന്നറിയണ്ടേ? അപ്പോൾ അതിന് ഞാൻ ഇവിടെ പാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ നന്നായി ചൂടായി കഴിയുമ്പോഴേക്കും 2 ടേബിൾ സ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുക്കുക. ഓയിൽ നന്നായി ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് കടുക് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ചേർക്കണം കേട്ടോ. ഒരു നുള്ളു കടുക് ചേർത്താൽ മതി. അതുകൂടാതെ അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഉഴുന്ന് നന്നായിട്ട് ഒന്ന് കഴുകിയതിന് ശേഷം ചേർക്കുക. വെള്ളമില്ലാതെ ചേർക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഞാനിപ്പോൾ വെള്ളം ഒരല്പം ഉണ്ടായിരുന്നു, പെട്ടെന്ന് കരിഞ്ഞു പോയി. കൂടാതെ ഉലുവ വേണമെങ്കിൽ 1-2 ഉലുവ മാത്രം ചേർക്കുക. ഇനി ഒരു തണ്ട് വേപ്പില കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ചെറിയുള്ളി, ഒരു 5 ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ചേർത്തിട്ടുണ്ട്. കനം കുറച്ചാണ് ഞാൻ അരിഞ്ഞിരിക്കുന്നത്. ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്തേക്ക്. നമ്മൾ പുട്ടുണ്ടാക്കുമ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു, അതിനാൽ തന്നെ ഉപ്പ് ചേർക്കുമ്പോൾ വളരെ കുറവ് വേണം ചേർക്കാനായിട്ട്. അതുകൂടാതെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഉള്ളിയുടെ നിറം ഒന്ന് മാറി ഒരല്പം നന്നായിട്ട് മൊരിഞ്ഞ് വരുന്ന സമയമാകുമ്പോഴേക്കും നമുക്ക് ക്യാരറ്റ് കൂടി ചേർക്കണം. ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണ്, അതുകൊണ്ടാണ് ലാസ്റ്റ് ചേർക്കുന്നത്. അതല്ല ചെറിയ കഷ്ണങ്ങളായിട്ടാണെങ്കിൽ ആദ്യമേ ചേർത്ത് ഇളക്കിയതിന് ശേഷം വേണം ഉള്ളി ചേർക്കാൻ കേട്ടോ. ഇനി സവാളയാണെങ്കിൽ സവാളയും അതുപോലെ ക്യാരറ്റും കൂടി ചെറിയ കഷ്ണങ്ങളായിട്ടാണ് അരിഞ്ഞിച്ചെങ്കിൽ അത് ഒപ്പം ചേർക്കാം കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ പുട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക, നമ്മുടെ മിക്സിലേക്ക്. ഇതാ കണ്ടില്ലേ, ഇതുപോലെ. ഇനി ഈ വെള്ളം ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമ്മുടെ പൊടിച്ച് വെച്ചിരിക്കുന്ന പുട്ട് ഇതിലേക്ക് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിരിക്കണമായിരുന്നു. നന്നായിട്ട് പൊടിച്ചത് നന്നായിട്ട് ഒന്ന് ചൂടായിട്ട് വന്നം. കൂടാതെ വെള്ളമെല്ലാം ഒന്ന് വറ്റി, ഒട്ടും വെള്ളം ഉണ്ടാവരുത് കേട്ടോ. അപ്പോൾ പുട്ടെല്ലാം നല്ല നനയണ പാകത്തിന് വേണം വെള്ളം ഒഴിക്കാനായിട്ട്, പക്ഷേ വെള്ളം കൂടി പോകരുത്. ഇനി ഒരു 2 മിനിറ്റോളം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അങ്ങനെ ഇളക്കി കൊടുത്തു. ഒട്ടും വെള്ളമില്ലാതെ ഇതുപോലെ കിട്ടണം. സാധാരണ നമ്മൾ ഉപ്പുമാവ് കിട്ടില്ലേ, അതുപോലെ. ഇങ്ങനെ ആകുമ്പോഴേക്കും നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതൊക്കെ കണ്ടില്ലേ, ഒരു അടിപൊളി ഉപ്പുമാവ് റെഡി ആയത്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്തോളൂ കേട്ടോ. തലേദിവസത്തെ പുട്ട് ബാലൻസ് ഉണ്ടെങ്കിൽ വെറുതെ ചൂടാക്കി കഴിക്കാതെ ഇതുപോലെ വെറൈറ്റി ആയിട്ട് ട്രൈ ചെയ്യുക. ഇതുപോലത്തെ വേറെ വെറൈറ്റികൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും വേണം കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും കാണുന്നവരെ ബൈ ബൈ. Thank you for watching.